ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി ഉള്ളിക്കറി ഉണ്ടാക്കിയാലോ. ചോറിനൊപ്പം കൂടാൻ പറ്റിയ ഒരു അടിപൊളി ഉള്ളിക്കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. നേരെ വീഡിയോയ്ക്ക് പോകാം. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഉള്ളിക്കറി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ പുളി ആദ്യം വെള്ളത്തിലിട്ട് വയ്ക്കാം. 2 സവാള കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇനി ഇതൊന്ന് കുതിരുന്നത് വരെ ഒന്ന് മാറ്റി വയ്ക്കാം. ഉള്ളിക്കറി ഉണ്ടാക്കുന്നതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 6 വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഒന്ന് നന്നായി വഴണ്ടി വരണം. ഇപ്പോൾ വെളുത്തുള്ളി നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്തിലേക്ക് ഒരു 8-10 ചെറുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള വലുതായി അരിഞ്ഞത് അതുകൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ചെറിയ ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായം പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ പോകുന്നവരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയം നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം. കാരണം ഇത് കുറച്ച് നേരം കിടന്ന് തിളച്ച് അങ്ങനെ കുറുകി വരേണ്ടതാണ്. അപ്പോഴാണ് ഉള്ളിക്കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് നേരം ചെറിയ തീയിലിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഉള്ളിക്കറിയിലെ വെള്ളമൊക്കെ നന്നായി വെറ്റി വന്നിട്ടുണ്ട്. ചാറൊക്കെ നന്നായി കുറുകിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്യാം. അതിനുശേഷം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിക്കറി അടിപൊളിയായി നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.